ഇന്ന് നമ്മൾ സിമ്പിളായിട്ട് സെറോദയിൽ എങ്ങനെയാണ് ട്രേഡ് ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. സെറോദയുടെ വെബ് ടെർമിനലിലും അതുപോലെ തന്നെ ആപ്പിലും ഏകദേശം സെയിം ഒരേ രീതി തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെബ് ടെർമിനൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ രീതിയിലാണ് ഇത് ടെർമിനൽ അപ്പിയർ ചെയ്യുക. അതിനകത്ത് നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് സ്റ്റോക്സിൻ്റെ ഒക്കെ അഡിഷൻ ചെയ്യാം. ഏതൊക്കെ സ്റ്റോക്സ് ആണ് നമുക്ക് വാച്ച് ലിസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, അതെല്ലാം വാച്ച് ലിസ്റ്റിലേക്ക് നമുക്ക് ഗ്രൂപ്പ് വഴിയോ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടോ നമുക്ക് ആഡ് ചെയ്യാം. ഒരു 6-7 പേജിലേക്ക് നമുക്ക് ആഡ് ചെയ്തിടാൻ പറ്റും. അപ്പോൾ അതിൽ ഞാനിപ്പോൾ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു റിലയൻസിന്റെ സ്റ്റോക്ക് അല്ലെന്നുണ്ടെങ്കിൽ HDFC അല്ലെന്നുണ്ടെങ്കിൽ L&T അങ്ങനെ ഏതെങ്കിലുമാണ് ഞാൻ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി ഞാനിപ്പോൾ ഇവിടെ MRFന്റെ സ്റ്റോക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അത് ആഡ് ചെയ്യണമെന്നെങ്കിൽ ജസ്റ്റ് ഞാൻ അത് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാനായിട്ട് ഇത് ഇവിടെ ടൈപ്പ് ചെയ്താൽ മതി. MRF ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 2 എണ്ണം അപ്പിയർ ചെയ്യും. മിക്ക സ്റ്റോക്സിന് നമുക്ക് 2 സ്റ്റോക്കിന്റെ ഡീറ്റെയിൽസ് ഇവിടെ അപ്പിയർ ചെയ്യും. അത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് NSE ട്രേഡ് ചെയ്യുന്നു, ഒന്ന് BSE ട്രേഡ് ചെയ്യുന്നു. NSE എന്ന് പറഞ്ഞാൽ അറിയാലോ, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും BSE എന്ന് പറഞ്ഞാൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും. അതായത് ഇതിന്റെ രണ്ടിന്റെ പ്രൈസിനകത്ത് ഏകദേശം വലിയ വ്യത്യാസമൊന്നുമില്ല, വളരെ മൈന്യൂട്ട് വ്യത്യാസമേ കാണത്തുള്ളൂ. അത് 2 എക്സ്ചേഞ്ചുകളാണ്, ഈ പറഞ്ഞ 2 NSE BSE. അപ്പോൾ കൂടുതലും NSEയിലാണ് ട്രേഡ് നടക്കുന്നത്. കൂടുതൽ ആൾക്കാരും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് NSEയിലായിരിക്കും, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് NSEയിൽ നമ്മൾ ബൈ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ബിക്കോസ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞൊരു ഫാക്ടറൊക്കെ അതിനകത്ത് വരും. അതായത് ബൈ ചെയ്യുന്ന സാധനം സെല് ചെയ്യുന്ന സമയത്ത് വാങ്ങാനുള്ള ആൾക്കാരുടെ എണ്ണം നമ്മൾ ഇടുന്ന റേറ്റിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ ലിക്വിഡിറ്റിയിൽ വരുന്ന എണ്ണം കൂടുതലുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ ലിക്വിഡിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമൊക്കെ ഉള്ളതുകൊണ്ട്, എന്നാൽ BSEയിൽ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ 0.5 വലിയ ക്വാണ്ടിറ്റി ഒക്കെ ട്രേഡ് ചെയ്യുന്നവർക്ക് 0.5 റുപ്പീസിന്റെ ആണെങ്കിലും 1 രൂപയുടെ ഒക്കെ ആണെങ്കിലും 500 ക്വാണ്ടിറ്റി എടുക്കുന്ന ഒരാൾക്ക് 1 രൂപ വെച്ചിട്ട് 500 രൂപയുടെ നഷ്ടം വരും. 1 രൂപയാണ് കുറയുന്നുണ്ടെങ്കിൽ, വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ, അത് ട്രിഗർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ നമ്മൾ NSE എടുക്കുന്നത്, ഇവിടെ NSE ആണ് എടുക്കുന്നത്. NSE എടുത്തതിന് ശേഷം ഇപ്പം നമുക്കിവിടെ സ്റ്റോക്സിന്റെ വിലകളുണ്ട്, ഇവിടെ കാണാൻ വില. അതുപോലെ തന്നെ ഇവിടെ ബൈ എന്ന് കാണാം, B എന്ന് പറഞ്ഞാൽ ബൈ ആണ്, S എന്ന് പറഞ്ഞാൽ സെല്ലാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇവിടെ ചാർട്ട് കാണാനായിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്താൽ ചാർട്ട് അവൈലബിൾ ആണ്. ഓക്കെ, ചാർട്ട് അവൈലബിൾ ആണെന്ന് എന്തിനാണെന്ന് വെച്ചാൽ അതിന്റെ പ്രൈസും കാര്യങ്ങളും നോക്കിയതിനു ശേഷം നമുക്ക് എപ്പം വാങ്ങണോ, എപ്പം വാങ്ങേണ്ട സമയമായോ, പിന്നീട് താഴേക്ക് പോകാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ചാർട്ട് നോക്കുന്നത്. ഓക്കെ, ചാർട്ടിന്റെ അനാലിസിസ് നമുക്ക് പിന്നീട് വരാം. ബേസിക്കലി നമുക്ക് എങ്ങനെയാണ് ട്രേഡ് എടുക്കാൻ നോക്കാം. ഫസ്റ്റ് ഒരു വ്യക്തി ഈ പറയുന്ന ചാർട്ടുകളൊക്കെ നോക്കി ഇത് റൈറ്റ് സമയമാണ് വാങ്ങാനെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ട് വാച്ച് ചെയ്ത് നോക്കുക. ഇന്ന സമയത്തേക്ക് നമ്മൾ വാങ്ങാൻ പ്ലാൻ ഇടുക. ബൈ ആണെങ്കിൽ ബൈ എടുക്കുക. ബൈ എടുത്തതിന് ശേഷം ഈ പറഞ്ഞിരിക്കുന്ന ഇവിടെ നമുക്ക് ഇൻട്രാഡേയും ഉണ്ട്, ലോങ് ടൈമും ഉണ്ട്. ഇൻട്രാഡേ എന്ന് പറഞ്ഞാൽ അതിന്റെ വാലിഡിറ്റി ഒരു ദിവസത്തേക്ക് കാണും. അതായത് രാവിലെ നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ വൈകിട്ട് അത് കൂടിയാലും കുറഞ്ഞാലും നിങ്ങൾക്ക് വിൽക്കും, അല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി സ്ക്വയർ ഓഫ് ആവും ഇൻട്രാഡേയിലാണെങ്കിൽ. പിന്നെ ഇൻട്രാഡേയിലാണെങ്കിൽ തന്നെ നമുക്ക് ഒരു 3 മണി അല്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് ലോങ് ടൈമിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും, ഓർഡർ കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഫോർ എക്സാമ്പിൾ ഇൻട്രാഡേ അല്ല ലോങ് ടൈം ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ലോങ് ടൈമിൽ ക്ലിക്ക് ചെയ്യുക. ലോങ് ടൈമിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ എത്ര ക്വാണ്ടിറ്റി ആണ് നിങ്ങൾ എടുക്കുന്നത് നോക്കുക. 10 ക്വാണ്ടിറ്റി ആണെങ്കിൽ 10 ക്വാണ്ടിറ്റി മെൻഷൻ ചെയ്യുക. ഓക്കെ, അതിനുശേഷം അതിന്റെ പ്രൈസ് ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും. പ്രൈസ് ഒന്നുകിൽ മാർക്കറ്റ് പ്രൈസിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പം നമുക്ക് അന്നേരം കാണുന്ന എത്രയാണോ മാർക്കറ്റിൽ ഉണ്ടാകുന്ന പ്രൈസ്, ആ പ്രൈസിൽ നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ മാർക്കറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ബൈ കൊടുത്താൽ മതി. അതല്ല നിങ്ങൾക്ക് ലിമിറ്റ്, അതായത് ഇന്ന പ്രൈസ് ആകുമ്പോഴേ ഞാൻ എടുക്കുന്നുള്ളൂ, ഇപ്പൊ കറന്റ് അത് 1,25,498 ഞാൻ അത് 1,25,400 സോറി NSEയിൽ വരുമ്പോൾ 1,25,515 അപ്പോൾ ഇത് BSE ആണ്. അപ്പൊ NSEയിൽ വരുമ്പോൾ 1,25,515 ഈ 515 എന്നുള്ളത് ഞാൻ 500 ആകുമ്പോൾ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ 500 ടൈപ്പ് ചെയ്യാം. 1,25,500 എന്ന് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇതിന് വലിയ സ്റ്റോക്കിന്റെ കാര്യമാണ്. നമുക്ക് സിമ്പിൾ ചെറിയ സ്റ്റോക്കുകളുടെ നോക്കിയിട്ട് ഞാൻ പറയാം. അവിടെ നമുക്ക് 500 എന്ന് കാണാം. ഓക്കെ, ഈ 500 എന്ന് കാണുമ്പോൾ നമുക്ക് അവിടെ എൻട്രി കൊടുക്കുക, ബൈ കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഒരു വട്ടം എൻട്രി എടുത്തതിന് ശേഷം ആയിരിക്കണം പിന്നീട് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാൻ പോവുക. ഓക്കെ, നമുക്ക് ലിമിറ്റ് ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ ആ ഓർഡർ ക്രിയേറ്റ് ആയതിനു ശേഷം മാത്രമേ നമുക്ക് സ്റ്റോപ്പ് ലോസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല മാർക്കറ്റ് പോകുന്ന അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് ചിലപ്പോൾ അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് നേരെ മുകളിലേക്ക് 600ലേക്ക് പോകണമെന്ന് പറയുന്ന ഉദ്ദേശിക്കുന്ന സമയത്ത് ചിലപ്പം 500ലും താഴേക്കായിരിക്കും പോകുന്നത്.
നമ്മൾ എടുത്തതിന് ശേഷം താഴേക്ക് ഇടുമ്പോൾ നമുക്ക് അധികം നഷ്ടം ഉണ്ടാകാതെ ഒരു 2-3 രൂപ അല്ലെങ്കിൽ 10 രൂപയിൽ പോയിന്റ് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടും. ആ സ്റ്റോപ്പ് ലോസ് ഓട്ടോമാറ്റിക്കലി അവിടെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അത് ട്രിഗർ ആവും. ട്രിഗർ ആകുമ്പോൾ നമുക്ക് ലോസ് പറഞ്ഞ് താഴോട്ട് പോകത്തില്ല. അപ്പോൾ അതാണ് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ നോക്കി ചെയ്യുമ്പോൾ അങ്ങനെ വരാറില്ല, മുകളിലേക്ക് തന്നെയാണ് പോകാറ്. മുകളിലേക്ക് എടുക്കുന്നവരാണെങ്കിൽ നോക്കി എടുക്കുമ്പോൾ അതാ പറഞ്ഞ് ചാർട്ട് അനലൈസ് ചെയ്ത് നോക്കിയിട്ട് എടുക്കാവോ, അത് അത് മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം ചെയ്യാവൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഈ ഒരു സ്റ്റോക്ക് നമ്മൾ ആഡ് ചെയ്ത് ഡീറ്റെയിൽ ആഡ് ചെയ്തതിനു ശേഷം ഇവിടെ ബൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓർഡർ ക്രിയേറ്റ് ആവും. ഓക്കെ, ഇന്നിപ്പോൾ സൺഡേ ആണ് ഈ വീഡിയോ ചെയ്യുന്നത്, ഓർഡർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. പിന്നെ അതുകൊണ്ട് തന്നെയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ICICI ബാങ്കിൻ്റെ നമ്മൾ ആഡ് ചെയ്യണം. ICICI ബാങ്ക്. ഓക്കെ, ICICI ബാങ്കിൻ്റെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അവിടെ ചാർട്ട് ഓപ്പൺ ചെയ്യുന്നു. ചാർട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് അതിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റിലെ വാല്യൂ 1340 രൂപയാണ് ഒരു സ്റ്റോക്കിൻ്റെ വില. ഓക്കെ, അപ്പോൾ ആ ഒരു സ്റ്റോക്ക് എപ്പം നിങ്ങൾക്ക് വാങ്ങണം, ഇപ്പോൾ 1340 കിടക്കാണ്. ഈ നിങ്ങൾ വാങ്ങുന്നതിന് ശേഷം അത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ അതിന് ശേഷം അത് ഒരു ലെവലിലായി 1400 ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് സെല്ല് ചെയ്യുകയാണെങ്കിൽ ഇതേ സാധനം അത് എടുത്തിട്ട് ഇവിടെ സെല്ല് കൊടുത്താൽ മതി. സെല്ല് കൊടുക്കുമ്പോൾ നമുക്കത് സെല്ല് ഓർഡർ ആവും. ഓക്കെ, അങ്ങനെ ബൈ എടുക്കുന്നത് സെല്ല് എടുക്കുന്നത് നിങ്ങൾ ഇത് അനലൈസ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം സെല്ല് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ വേണ്ടത്. ഇതിൽ ഞാനത് എങ്ങനെയാണ് മാർക്കറ്റ് ചാർട്ടിനെ എങ്ങനെ അനലൈസ് ചെയ്യുക എന്നുള്ളത് ഞാൻ വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. അതിൽ അതിൻ്റെ ഒരു ബേസിക് ആയിട്ടാണ് ഇത് ഞാൻ പറഞ്ഞത്. ഓക്കെ.